Consider two stocks, SBI and Axis Bank. The possible future returns of the stock based on the state of economy may be as follows. അതായത് ഇവിടെ രണ്ട് ബാങ്കിൻ്റെ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുവാണ്. എസ് ബി ഐ ബാങ്കിൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇക്കോണമിയിൽ മാറി വരുന്ന ഓരോ സിറ്റുവേഷൻ, ബൂം, നോർമൽ, റിസഷൻ, അപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇക്കോണമിയിലെ മൂന്ന് അവസ്ഥകളിൽ ഭാവിയിൽ ഈ ബാങ്കിൻ്റെ സ്റ്റോക്സിന് ലഭിക്കാനുള്ള പോസിബിൾ റിട്ടേൺസ് തന്നിട്ടുണ്ട്. എസ് ബി ഐയുടെ റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണും തന്നിട്ടുണ്ട്. ആ റേറ്റ് ഓഫ് റിട്ടേൺ ഈ മൂന്ന് സിറ്റുവേഷനും നേടാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം സാധ്യതയുണ്ട് എന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, മെഷർ ദ റിസ്ക് ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ബാങ്കിൻ്റെയും സ്റ്റോക്സിൻ്റെ റിസ്ക് മെഷർ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് രണ്ട് ബാങ്കിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് എസ് ബി ഐ. ഇപ്പം ഞാൻ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന പോലല്ല, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുമായിരുന്നു. സോ അതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് അതേ രീതി തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങളും എക്സാമിന് ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ എസ് ബി ഐയുടെ എക്സ്പെക്റ്റഡ് റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കൈവശം ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. ഒപ്പം ഞാൻ ചെയ്തു തരുന്ന പ്രോബ്ലം നിങ്ങൾ ഒരു തവണയെങ്കിലും തന്നെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ ഇവിടെ പോസിബിൾ റിട്ടേൺ തന്നിട്ടുണ്ടല്ലേ, പോസിബിൾ റിട്ടേൺസ് തന്നിട്ടുണ്ട്. പോസിബിൾ റിട്ടേൺ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിബിൾ റിട്ടേൺ എസ് ബി ഐയുടെ എത്രയൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. $25, $20, $15 ഇതാണ് എസ് ബി ഐ ബാങ്കിൻ്റെ പോസിബിൾ റിട്ടേൺ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇക്കോണമിയുടെ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബൂം പീരീഡിൽ അല്ലേ, ബൂം പീരീഡിൽ 25, അതുപോലെ തന്നെ നോർമൽ പീരീഡിൽ 20, അതുപോലെ റിസഷൻ സ്റ്റേജിൽ 15 തന്നിരിക്കുന്നത് പോസിബിൾ റിട്ടേൺ. ഈ പോസിബിൾ റിട്ടേൺ ലഭിക്കാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് കോളം ആഡ് ചെയ്യുക, പ്രോബബിലിറ്റി. ഇപ്പം പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 0.30, 0.50, 0.20. അപ്പം പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 0.3, 0.5, 0.2. ഇനി നമുക്ക് ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ കോളം ആഡ് ചെയ്യാം. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇപ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ കൊടുക്കാം പോസിബിൾ റിട്ടേൺ സ്മോൾ ലെറ്റർ ആർ കൊണ്ട് സൂചിപ്പിക്കാം, പ്രോബബിലിറ്റിയെ സ്മോൾ ലെറ്റർ പി കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ഇപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ആർ ഇൻറ്റു പി ആണെന്ന് നമുക്കറിയാം അല്ലേ. ആർ ഇൻറ്റു പി ആണ് നമുക്ക് ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ ലഭിക്കുന്നത്. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 25 ഇൻറ്റു 0.3, എക്സ്പെക്റ്റഡ് റിട്ടേൺ 7.5 വരും. 20 ഇൻറ്റു 0.5 ഇപ്പം 10 വരുന്നു. 15 ഇൻറ്റു 0.2 3. സോ നമുക്ക് ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്കപ്പോൾ ലഭിക്കും. ടോട്ടൽ ചെയ്യുക. അപ്പം 17, 3, 20.5 അല്ലേ. 20.5
5%. സോ 20.5% ആണ് ഈ പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുവഴി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് കടക്കണം. അപ്പോൾ നമുക്ക് അടുത്തത് ഡി കണ്ടുപിടിക്കണം, ഡീവിയേഷൻസ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എല്ലാവരും ചെയ്ത് നോക്കിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എന്ന് പറയുമ്പം ഡീവിയേഷൻസ് ആണ്, അതായത് പോസിബിൾ റിട്ടേണിൽ നിന്നും എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ വ്യത്യാസം അല്ലേ? പോസിബിൾ റിട്ടേൺ 25 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണിക്കാം, ആർ മൈനസ് പോസിബിൾ റിട്ടേൺ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ 20.5 ആണ് അല്ലേ? 20.5. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ആർ 25 ആണ്. 25 മൈനസ് 20.5 കാണുക. അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡീവിയേഷൻസ് 4.5, 20 മൈനസ് 20.5, ഒരു മൈനസ് കയറി വരുന്നുണ്ട്, 0.5, 15 മൈനസ് 20.5, അപ്പോൾ മൈനസ് 5.5. സോ നമുക്കിവിടെ ഡീവിയേഷൻസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഡീവിയേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഡി സ്ക്വയർ, ഡീവിയേഷൻ്റെ സ്ക്വയർ കാണുക എന്നുള്ളതാണ്. ഡി സ്ക്വയർ കാണുക. ഇപ്പം 4.5 ഇൻറ്റു 4.5 വരും അല്ലേ? അപ്പോൾ സ്ക്വയർ വരുമ്പോൾ 20.25. 0.5നെ അറിയാം, മൈനസ് 0.5 ഇൻറ്റു മൈനസ് 0.5, അപ്പം പ്ലസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ വരുമ്പം 0.25, ശേഷം 5.5 മൈനസ് 5.5ൻ്റെ സ്ക്വയർ 30.25 എന്ന് കിട്ടും. 30.25. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്നാ എടുക്കണം? ഈ കിട്ടിയ ഡി സ്ക്വയറിനെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ നമുക്ക് 20.25 ഇൻറ്റു 0.3. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി വേരിയൻസ് കിട്ടാം. നമുക്ക് ഡി സ്ക്വയറിനെ പ്രോബബിലിറ്റി കൊണ്ട് ഗുണിക്കുക. 6.075, 0.25 ഇൻറ്റു 0.5, അപ്പം 0.125. നെക്സ്റ്റ് 30.25 ഇൻറ്റു 0.2, 6.060. ഓക്കെ, അപ്പം നമുക്ക് ഈ കിട്ടുന്നത് വേരിയൻസ് ആണ്. ഈ കോളം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആയ വേരിയൻസ് ആണ് കിട്ടുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12.25 എന്ന ആൻസർ കിട്ടും അല്ലേ? 12.25. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് കിട്ടിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല. നമുക്ക് ഈ കാൽക്കുലേഷൻ വഴി നമുക്ക് കിട്ടുന്നത് വേരിയൻസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ, നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എസ് ബി ഐയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് ലഭിച്ചത് 20.5 അല്ലേ? 20.5% ആണ്. അതുപോലെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വേരിയൻസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 12.25% ആണ്. നമുക്കിതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം അല്ലേ? സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു വേരിയൻസിൻ്റെ റൂട്ട് കണ്ടാൽ മതി അല്ലേ? റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. റൂട്ട് ഓഫ് വേരിയൻസ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എത്ര വരുന്നു? നമുക്ക് വേരിയൻസ് 12.25 അല്ലേ ലഭിച്ചത്? 12.25. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് 3.5 അല്ലേ? 3.5% കിട്ടും. 3.5%. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റോക്സ് ആയിരുന്നു, എസ് ബി ഐയുടെ സ്റ്റോക്സും ആക്സിസ് ബാങ്കിൻ്റെയും. അതിൽ നമുക്ക് എസ് ബി ഐയുടെ ഈ എക്സ്പെക്റ്റഡ് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.
അപ്പം കാൽക്കുലേഷനൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ പോസിബിൾ റിട്ടേണും പ്രോബബിലിറ്റിയാണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കണമെങ്കിൽ റിട്ടേൺ ഇൻറ്റു പ്രോബബിലിറ്റി നമുക്കത് ആഡ് ചെയ്യുമ്പോൾ മൊത്തം ടോട്ടലാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 20.5 എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡി കണ്ടുക, ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക. ആറിൽ നിന്ന് എക്സ്പെക്റ്റഡ് റിട്ടേൺ കുറയ്ക്കുക, ആർ മൈനസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമുക്കപ്പോൾ ഡീവിയേഷൻസ് കിട്ടി. നെക്സ്റ്റ് ഡീവിയേഷൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. ഏറ്റവും ലാസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡി സ്ക്വയറിനെ അതിൻ്റെ അതായത് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ആ ലാസ്റ്റ് കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് കിട്ടും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് വേരിയൻസ് എന്ന് പറയുന്നത്. 12.25 കിട്ടി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ 20.5ഉം വേരിയൻസ് എന്ന് പറയുന്നത് 12.25. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ വേരിയൻസിൻ്റെ റൂട്ടാണ്, റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ. അപ്പം കിട്ടിയ വേരിയൻസ് റൂട്ട് കണ്ടുപിടിച്ചപ്പം 12.25ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 3.5% ആണ് ഈ SBI ബാങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാങ്കിൻ്റെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അടുത്ത നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാം. ഇപ്പോൾ നേരത്തെ പോലെ തന്നെ ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ആക്സിസ് ബാങ്ക്. ഇപ്പോൾ സെയിം മെത്തേഡ് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത് 3 പീരീഡ് ആയിരുന്നു. ബൂം, നോർമൽ, റിസഷൻ. ഇതിൽ നമുക്ക് ആദ്യം പോസിബിൾ റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. പോസിബിൾ റിട്ടേൺ അതുപോലെ തന്നെ ആ റിട്ടേൺ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ആറും പിയും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, പോസിബിൾ റിട്ടേണും പ്രോബബിലിറ്റിയും അല്ലേ. അപ്പോൾ നമുക്ക് പോസിബിൾ റിട്ടേൺ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ആക്സിസ് ബാങ്കിൻ്റെ പോസിബിൾ റിട്ടേൺ എന്ന് പറയുമ്പോൾ 40, 10, റിസഷനിൽ -20. അപ്പം ബൂം പീരീഡിൽ 40 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.30, ഇവിടെ വരുമ്പം 0.50, 0.20. ഓക്കെ, പ്രോബബിലിറ്റി. അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ ദാറ്റ് ഈസ് R ഇൻറ്റു പി. റിട്ടേണിനെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 40 ഇൻറ്റു 0.3, 12, 10 ഇൻറ്റു 0.5, 5, അതുപോലെ തന്നെ -20 ഇൻറ്റു 0.2, -4 അല്ലേ, -4 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഈ കോളത്തിൻ്റെ ടോട്ടലാണ്. ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 13% എന്ന് കിട്ടും അല്ലേ. 13% ആണ് ഇവിടെ ആക്സിസ് ബാങ്കിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതിനായിട്ട് വേരിയൻസ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡി കണ്ടുപിടിക്കുന്നു, ഡീവിയേഷൻസ് അറിയാമല്ലോ. പോസിബിൾ റിട്ടേണിൽ നിന്ന് എക്സ്പെക്റ്റഡ് റിട്ടേൺ മൈനസ് ചെയ്താൽ മതി, ആ വ്യത്യാസമാണ്. അപ്പം R -13, 40 -13, 40ൽ നിന്ന് 13 കുറയ്ക്കുക. അപ്പം നമുക്ക് ഡീവിയേഷൻസ് കിട്ടുന്നു. അതായത് 27, 10 - 13. അപ്പം നമുക്ക് 10ൽ നിന്ന് 13 കുറയ്ക്കുമ്പോൾ മൈനസ് ആണല്ലേ, -3 വരുന്നുണ്ട്. നെക്സ്റ്റ് -20, -13. അപ്പം നമുക്ക് -33 ആണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഡി സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ഡി സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ഈ കിട്ടിയിരിക്കുന്ന ഡിയുടെ സ്ക്വയർ എടുത്താൽ മതി. സോ 27ൻ്റെ സ്ക്വയർ 729, 729, 3ൻ്റെത് 9 -33 വരുമ്പോൾ 1089. ഡി സ്ക്വയർ കണ്ടുപിടിച്ചു. ലാസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡി സ്ക്വയർഡിനെ അതായത് പ്രോബബിലിറ്റി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്കിവിടെ ഡി സ്ക്വയർ 729 ഇൻറ്റു പ്രോബബിലിറ്റി 0.3, അപ്പം 218.7. ഇവിടെ വരുമ്പോൾ 9 ഇൻറ്റു പ്രോബബിലിറ്റി 0.5, അപ്പം 4.5. ഇവിടെ 1089 ഇൻറ്റു 0.2, അപ്പോൾ 217.8. സോ നമുക്കിവിടെ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞു. വേരിയൻസ് ഇസിക്കൽ ടു ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുമ്പം നമുക്ക് 441 കിട്ടി. 441 ഇവിടെ വേരിയൻസ് ലഭിച്ചിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ 13 ലഭിച്ചിരിക്കുന്നത്. സോ അപ്പം നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്കറിയാം ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലേ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 13. നമുക്കറിയാം നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 441. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. റൂട്ട് ഓഫ് വേരിയൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് 441ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. 441ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 21 അല്ലേ. അപ്പോൾ 21% മനസ്സിലാവും. 21%. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു കമ്പാരിസൺ നടത്താം. ഞാനിവിടെ എഴുതുവാണ്. നമുക്കിത് ആക്സിസ് ബാങ്കിൻ്റെയാണ്. ഞാൻ നിങ്ങളെ എളുപ്പത്തിന് വേണ്ടി ഒന്ന് കാണിക്കുവാണ്. ആക്സിസ് ബാങ്കാണിത് കേട്ടോ, ആക്സിസ് ബാങ്ക്. അപ്പോൾ നമ്മളിവിടെ SBIയുടെയും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് എഴുതുക. SBIയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയായിരുന്നു? SBIയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ 20.5% അല്ലേ, 20.5% ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പം SBIയുടെ 3.5% ആണ്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ജസ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ട രീതി നമ്മൾ രണ്ട് ബാങ്കിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിനി മെഷർ ചെയ്യണം റിസ്ക്. കാൽക്കുലേറ്റ് ദ മെഷർ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള റിസ്ക് മെഷർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആർക്കാണ് കൂടുതൽ റിസ്ക് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം എക്സ്പെക്റ്റഡ് റിട്ടേൺ എവിടെ കൂടുതൽ? ആക്സിസ് ബാങ്കിൻ്റെ 13% റിട്ടേൺ ഉള്ളൂ, SBIയുടെ 20.5% ഉള്ളൂ. അപ്പം റിട്ടേണിൻ്റെ കാര്യത്തിൽ നോക്കുമ്പം SBI ആണ് മുൻപന്തിൽ നിൽക്കുന്നത്. SBIയുടെ സ്റ്റോക്സ് ആണ് ഒന്നാമത് വരുന്നത്. കാരണം ആക്സിസ് ബാങ്കിൻ്റെ റേറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ വെറും 13% ഉള്ളൂ. SBIയുടെ ആകുമ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20.5% വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമൻറ്റ് പോലെ താഴെ കാണിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതുപോലെ എഴുതിയാൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് SBI ഹാസ് സുപ്പീരിയർ റിട്ടേൺ ദാൻ ആക്സിസ് ബാങ്ക്. SBIക്കാണ് ആക്സിസ് ബാങ്കിനേക്കാളും റിട്ടേൺ കൂടുതൽ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആക്സിസ് ബാങ്കിൻ്റെ 21%, SBIയുടെ വെറും 3.5% ഉള്ളൂ അല്ലേ. അപ്പം ആരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൂടുതലും നോക്കണം? ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് വളരെ കൂടുതൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതൽ എവിടാണോ അവിടെ ആയിരിക്കും റിസ്ക് കൂടുതൽ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ആക്സിസ് ബാങ്ക് ഹാസ് ഹയർ റിസ്ക് ആസ് ഇറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഹയർ. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കൂടുതൽ. നമുക്ക് നോക്കുമ്പോൾ അറിയാം SBIയുടെ വെറും 3.5 ഉള്ളൂ, ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 21% ഉണ്ട്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ആക്സിസ് ബാങ്ക് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് SBI. അപ്പോൾ SBIയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെക്കാട്ടിലും കൂടുതലാണ് ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് ആർക്കാണ്? ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്സിനാണ് ഹയർ റിസ്ക്. കാരണം അവിടെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് വളരെ കൂടുതൽ. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷനും നിങ്ങൾ എക്സാം വരുമ്പോൾ എഴുതിയാൽ നല്ലതായിരിക്കും. എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ കാര്യത്തിൽ ഏത് ബാങ്കിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് കൂടുതലെന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു SBI വളരെ മുന്നിലാണ് 20.5%. എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എന്ന കാര്യത്തിൽ നോക്കുമ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ അത്ര റിസ്ക് കൂടുതലാണ്. SBI സേഫ് ആണ്. SBI സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.5% ഉള്ളൂ. എന്നാൽ ആക്സിസ് ബാങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 21% ഉണ്ട്. അതായത് അത്രത്തോളം റിസ്ക് അവിടെ കൂടുതലാണ്.
ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. വെറുതെ ക്ലാസ് കണ്ട് എന്നപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.